നമസ്കാരം. പത്തനംതിട്ട ജില്ലാ കോടതിയിൽ ഹാജരാക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിലവിലെ നിയമ സാഹചര്യം അതീവ സങ്കീർണമായ ഒരു ഘട്ടത്തിലാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്ത അദ്ദേഹത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യമാണ്. പ്രതിഭാഗത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ ഹാജരായി ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വിശദമായ വാദങ്ങൾ കേൾക്കുന്നതിനായി കോടതി അത് മാറ്റിയിരിക്കുകയാണ്. കേസിന്റെ അന്വേഷണ പുരോഗതിക്കായി പോലീസ് കസ്റ്റഡി അനിവാര്യമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ 1-2 ദിവസത്തെ കസ്റ്റഡി അനുവദിക്കപ്പെടാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി വീണ്ടും റിമാൻഡിലേക്ക് പോയ ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരേണ്ടി വരുമെന്നാണ് നിയമപരമായിട്ടുള്ള സൂചനകൾ വ്യക്തമാക്കുന്നത്. ഈ കേസിന് പിന്നിലെ മുൻകാല സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ സമാനമായ 2 പരാതികൾ കൂടി നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആദ്യത്തെ കേസിൽ വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുകയും ഗർഭഛിദ്രം നടത്തുകയും ചെയ്തെന്ന ആരോപണത്തിൽ ജില്ലാ കോടതി ജാമ്യം നിഷേധിച്ചിരുന്നുവെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് 2026 ജനുവരി 21 വരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സംരക്ഷണം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ രണ്ടാമത്തെ പരാതിയിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന ആരോപണത്തിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഈ 2 കേസുകളിലും പരാതി നൽകാൻ ഉണ്ടായ ദീർഘമായ കാലതാമസം പ്രതിഭാഗത്തിന് നിയമപരമായി വലിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം നൽകപ്പെടുന്ന ഇത്തരം പരാതികൾ പലപ്പോഴും പ്രതിക്ക് അനുകൂലമായ നിലപാടിലേക്ക് കോടതിയെ എത്തിക്കാറുള്ളത് ക്രിമിനൽ നിയമചരിത്രത്തിലെ ഒരു പ്രധാന ഘടകമാണ്. എന്നാൽ ഈ 3ാമത്തെ പരാതിയിൽ നടപടിക്രമങ്ങളിലെ ചില വീഴ്ചകൾ പ്രതിഭാഗം പ്രധാന ആയുധമാക്കാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങളിൽ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നതിന് പകരം മുഖ്യമന്ത്രിയുടെയും DGPയുടെയും ഓഫീസുകളിലേക്ക് ഓൺലൈൻ പരാതികൾ അയച്ച പ്രവണതയാണ് ഇവിടെ കാണുന്നത്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നേരിട്ട് മൊഴി നൽകാത്തത് ചില പ്രത്യേക താല്പര്യങ്ങളുടെ ഭാഗമാണെന്ന് പ്രതിഭാഗം ആരോപിച്ചാൽ അത് കോടതി ഗൗരവമായി തന്നെ പരിഗണിച്ചേക്കാം. കൂടാതെ വിദേശത്ത് ജോലി ചെയ്യുന്ന പരാതിക്കാരി തിരുവല്ലയിലെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് പ്രതിയെ അങ്ങോട്ട് വിളിച്ചു വരുത്തി എന്നതാണ് ഈ കേസിന്റെ പശ്ചാത്തലം. 2021-24 കാലഘട്ടത്തിൽ നടന്നുവെന്ന് ഈ പറയപ്പെടുന്ന സംഭവത്തിൽ ഇപ്പോൾ മാത്രം പരാതി ഉയർന്നു വന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ഗൂഢാലോചനയുടെ തന്നെ ഭാഗമാണെന്ന ആരോപണത്തിന് ബലം നൽകുന്നു. ഈ പരാതികളിലെ സാമ്യതകൾ അത് പരിശോധിക്കുമ്പോൾ 3 കേസുകളിലും ഒരേ വ്യക്തി തന്നെ പരാതികൾ ഡ്രാഫ്റ്റ് ചെയ്തതാകാം എന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. എല്ലാ കേസുകളിലും ഗർഭഛിദ്രം, വധഭീഷണി എന്നീ ആരോപണങ്ങൾ ഒരേപോലെ ആവർത്തിക്കപ്പെടുന്നത് ഇതിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. പരസ്പര സമ്മതപ്രകാരം നടക്കുന്ന ബന്ധങ്ങളിൽ ഗർഭധാരണം സംഭവിക്കാതിരിക്കാനാണ് സാധാരണയായിട്ട് ഇരുപക്ഷവും ശ്രദ്ധിക്കാറുള്ളത്. ഇവിടെ ഒരു ക്രിമിനൽ ഗർഭഛിദ്രം നടന്നുവെന്ന് സ്ഥാപിക്കാൻ കൃത്യമായിട്ടുള്ള വൈദ്യശാസ്ത്രപരമായിട്ടുള്ള തെളിവുകൾ ഇവിടെ ആവശ്യമാണ്. 1971 മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി MTP നിയമം അനുസരിച്ച് ഉഭയസമ്മതപ്രകാരമുള്ള ഗർഭഛിദ്രങ്ങൾ എല്ലായ്പ്പോഴും ക്രിമിനൽ കുറ്റമാകാറില്ല. ഗർഭഛിദ്രം നടത്തിയ ശേഷം DNA പരിശോധനയ്ക്കായിട്ട് അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചുവെന്ന വാർത്തകൾ വരുന്നത് സ്വാഭാവികമായ ഒരു നടപടിയല്ലെന്നും ഇതൊരു ആസൂത്രിതമായിട്ടുള്ള ചതിക്കുഴി ട്രാപ്പ് ആകാനുള്ള സാധ്യത കോടതി നിരീക്ഷിച്ചാൽ പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നത് ഇവിടെ വളരെ എളുപ്പമായിരിക്കും. നിയമസഭാംഗം എന്ന നിലയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനത്തിന് നിലവിൽ ഭീഷണിയില്ലെന്നാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. സമാനമായ ആരോപണങ്ങൾ നേരിടുന്ന മറ്റു പല ജനപ്രതിനിധികളും ഇപ്പോഴും അസംബ്ലിയിൽ തുടരുന്നുണ്ട്. ഭരണഘടനാപരമായി കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കുറഞ്ഞത് 2 വർഷം തടവ് ശിക്ഷ ലഭിച്ചാൽ അല്ലെങ്കിൽ വിധിച്ചാൽ മാത്രമേ ഒരാൾക്ക് MLA സ്ഥാനം നഷ്ടമാവുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലനിൽക്കുന്നത് കേവലം ആരോപണങ്ങൾ മാത്രമായതിനാൽ അദ്ദേഹത്തെ നിയമസഭയിൽ നിന്ന് പുറത്താക്കാൻ സ്പീക്കർക്കോ മറ്റ് സഭാംഗങ്ങൾക്കോ അധികാരമില്ല. അത്തരമൊരു നീക്കം നടന്നാൽ തന്നെ അത് നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടുകയും കോടതി വഴി റദ്ദാക്കപ്പെടുകയും ചെയ്യുന്നതാണ്. കാരണം ഇവിടെ ശിക്ഷിക്കപ്പെട്ട ശേഷം അയോഗ്യനാക്കപ്പെട്ട ആന്റണി രാജുവിനെ പോലെയുള്ള കേസുകളിൽ നിന്ന് വ്യത്യസ്തമാണ് രാഹുലിന്റെ ഇപ്പോഴത്തെ സാഹചര്യം. രാഷ്ട്രീയമായ ഒരു വലിയ നീക്കം ഈ കേസുകൾക്ക് പിന്നിലുണ്ടെന്ന് കരുതേണ്ടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെയുള്ള സൗഹൃദങ്ങൾ ലൈംഗിക ബന്ധത്തിലേക്ക് മാറുകയും പിന്നീട് അവ റേപ്പ് കേസുകളായിട്ട് മാറുകയും ചെയ്യുന്നത് നിയമപരമായി വലിയ ചർച്ചകൾക്ക് വഴിമാറുകയാണ്. ബലപ്രയോഗത്തിലൂടെ ആക്രമിച്ചു എന്ന പരാതി ഇല്ലാത്തതിനാൽ ഇവയെല്ലാം ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധങ്ങളാണെന്ന് വാദിക്കാൻ പ്രതിഭാഗത്തിന് സാധിക്കും. 5-8 കേസുകൾ ഇനിയും വരാൻ സാധ്യതയുണ്ടെങ്കിലും ഈ പ്രതിസന്ധിയെ രാഹുൽ വളരെ ആത്മവിശ്വാസത്തോടെ നേരിടുകയാണ്. പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പുറത്തായി സസ്പെൻഷൻ നേരിടുന്നെങ്കിലും അദ്ദേഹത്തിന് പത്തനംതിട്ടയിലോ അല്ലെങ്കിൽ പാലക്കാടൊക്കെ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് വിജയിക്കാനുള്ള ജനപിന്തുണയുണ്ട് എന്നത് ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നിയമസഭയിലെ കാലാവധി പൂർത്തിയാക്കുന്നത് വരെ അദ്ദേഹത്തിന് തന്റെ പദവിയിൽ തുടരാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്.